ഹലോ, ഇന്ന് നമുക്ക് സ്ത്രീ 2 എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? ആദ്യത്തെ പാർട്ട് കാണാത്തവർക്കായി ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. ആദ്യത്തെ പാർട്ട് അവസാനിക്കുന്ന സമയത്ത് മുടി മുറിച്ചതോടുകൂടി സ്ത്രീ എന്ന പ്രേതത്തിന്റെ ശക്തി നഷ്ടമാവുകയാണ്. അങ്ങനെ ആ പ്രേതം വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ സ്ത്രീ എന്ന പ്രേതത്തിന്റെ പ്രതിമ നാട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നത് അത് കാണുകയാണ്. അതോടെ സ്ത്രീ എന്ന പ്രേതത്തിന് വളരെ സന്തോഷമാവുകയും ആ നാട്ടിൽ നിന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഗ്രാമത്തിലെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അവിടെ സ്ത്രീയുടെ വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട്. അവരാണെങ്കിലോ സ്ത്രീയെ ആരാധിക്കുകയാണ്. മാത്രമല്ല സ്ത്രീയുടെ കഥയാണെങ്കിലോ ഒരു പാട്ട് രൂപത്തിൽ പാടി എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഗ്രാമത്തിലേക്ക് വീണ്ടും ഒരു രാക്ഷസൻ വരികയാണ്. ആ രാക്ഷസന്റെ പേരാണ് സർക്കട്ട. ഒരിക്കലൊരു പെൺകുട്ടി സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ മുന്നിലേക്ക് എന്തോ ഒരു സാധനം ഉരുണ്ടു വരികയാണ്. അവൾ എന്തെന്നെടുത്തു നോക്കിയപ്പോൾ അതൊരു രാക്ഷസന്റെ തലയായിരുന്നു. അത് സർക്കട്ടയുടെ തലയാണ്. ആ തല ഉടനെ തന്നെ അവളെ വലിച്ചു കൊണ്ടുപോകുന്നു. സർക്കട്ടയുടെ തലയൊന്നും ഉടല് വേറെയുമായിട്ടാണുള്ളത്. പിന്നീട് കാണിക്കുന്നത് സിനിമയുടെ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ച രുദ്രൻ എന്ന ആളിനെയാണ്. ഈ രുദ്രന് ഒരു ലെറ്റർ വരികയാണ്. ഈ ലെറ്റർ 1 മാസം മുമ്പേ പോസ്റ്റ് ചെയ്തതാണ്. രുദ്രന്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്ക് വെച്ചാണ് അവരാദ്യം സ്ത്രീയെ കണ്ടുപിടിച്ചതും അവളെ തളച്ചതും. ആ ബുക്കിലെ 2 പേജ് മിസ്സായിരുന്നു. ആ പേജുകളാണ് ലെറ്ററിൽ വന്നിട്ടുള്ളത്. കൂടെ ഒരു കുറിപ്പുമുണ്ട്. ഉടനെ തന്നെ രുദ്രൻ ആ ലെറ്ററുമായി നായകനായ വിക്കിയെ കാണുവാനായും പോകുന്നു. വിക്കി ആണെങ്കിലോ നായികയെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. അന്ന് സ്ത്രീയെ തളച്ചതിനു ശേഷം നായികയാണെങ്കിൽ ഗ്രാമം വിട്ടു പോയിരുന്നല്ലോ. ഇനി എന്നാണ് അവളെ കാണാൻ പറ്റുക എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന വിക്കിയുടെ അടുത്തേക്ക് രുദ്രൻ എത്തും. എന്നിട്ട് ആ ലെറ്ററും അവനെ ഏൽപ്പിക്കുകയാണ്. അതിലുള്ള ആ കുറിപ്പ് വിക്കി വായിച്ചു നോക്കും. ഞാൻ തിരികെ വരുന്നു എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. ആരായിരിക്കും തിരികെ വരുന്നത്, എന്തായിരിക്കും ഈ ലെറ്ററിന്റെ ഉദ്ദേശം എന്നൊക്കെ വിക്കി രുദ്രനോട് പറയും. എന്നാൽ വിക്കിക്കാണെങ്കിലോ അതിനെപ്പറ്റി വലിയ ടെൻഷനൊന്നുമില്ല. അവൻ പറയുന്നുണ്ട്, സ്ത്രീ ഈ നാട് വിട്ടു പോയല്ലോ, പിന്നെ നമ്മൾ എന്തിനെ പേടിക്കണം എന്നൊക്കെ അവൻ പറയും. അവൻ അതൊന്നും വലിയ കാര്യമാക്കി എടുക്കാതെ താഴേക്ക് ഇറങ്ങിപ്പോകും. അവിടെ അവന്റെ അച്ഛനുണ്ടായിരുന്നു. അച്ഛനാണെങ്കിലോ വിക്കിയോട് പറയുന്നുണ്ട്, ഈ നാട്ടിലെ സ്ത്രീകളെല്ലാം ഇവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ നല്ല പെൺകുട്ടികളൊന്നുമില്ല. നിനക്കിനി വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടുമോ എന്ന് തന്നെ സംശയമാണ്. അതുകൊണ്ട് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കുവാനായി വിക്കിയെ അച്ഛൻ ഉപദേശിക്കും. എന്നാൽ വിക്കിയുടെ മനസ്സിൽ മുഴുവൻ നായികയാണല്ലോ. അച്ഛൻ പറയുന്നതൊന്നും കേൾക്കാതെ വിക്കിയാണെങ്കിൽ തന്റെ കൂട്ടുകാരനായ ബിട്ടുവിനെ കാണാനായി പോകുന്നു. ബിട്ടുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബിട്ടു ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ്. അവളുടെ പേരാണ് ചിട്ടി. ഈ ബിട്ടു ആണെങ്കിലോ എന്നും ചിട്ടിയെ രാത്രി പാട്ട് പാടി ഉറക്കുവാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകും. അവളുടെ റൂമിൽ ചെന്ന് അവളെ താരാട്ട് പാടി ഉറക്കിയതിനു ശേഷമാണ് ബിട്ടു പോകാറുള്ളത്. പതിവ് പോലെ തന്നെ ബിട്ടു ചിട്ടിയെ പാട്ടുപാടി ഉറക്കിയതിനു ശേഷം താഴേക്ക് വരികയാണ്. അവനെ കാത്തു താഴെ വിക്കി ഉണ്ടായിരുന്നു. അങ്ങനെ വിക്കിയും ബിട്ടുവും സംസാരിച്ചു കൊണ്ട് നടന്നു പോകുന്ന സമയം, അതേ സമയം തന്നെ ചിട്ടിയുടെ റൂമിലേക്ക് ആ രാക്ഷസനായ സർക്കട്ട വരികയാണ്. സർക്കട്ടയുടെ തല മാത്രം കണ്ടതും ചിട്ടി ഉറക്കെ നിലവിളിക്കും. സർക്കട്ടയുടെ ഉടല് വന്ന് ചിട്ടിയെ തൂക്കിക്കൊണ്ടു പോവുകയാണ്. ഭിത്തി പൊളിച്ചാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നതും. ആളുകളെല്ലാം അവളുടെ വിളി കേട്ട് അവിടെ ഓടിക്കൂടും. എന്നാൽ റൂമിലാണെങ്കിലും ചിട്ടി ഇല്ലല്ലോ. ഭിത്തി പൊളിഞ്ഞു പോയ സ്ഥലം നോക്കിയപ്പോഴോ ഒരാളിന്റെ രൂപമാണ്. പക്ഷേ അതിന് തലയില്ല. അങ്ങനെ അവിടെ എല്ലാം അന്വേഷിക്കും. അപ്പോൾ തെരുവിൽ കിടന്ന ഒരാളാണെങ്കിലോ പറയുന്നുണ്ട്, ചിട്ടിയെ തലയില്ലാത്തൊരു രൂപം തൂക്കിക്കൊണ്ടു പോകുന്നത് കണ്ടെന്ന്. പക്ഷെ ആരും അത് വിശ്വസിക്കില്ല. എന്നാൽ അയാളാണെങ്കിലോ ചിട്ടിയുടെ സോക്സ് എടുത്ത് കാണിക്കുന്ന സമയത്ത് എല്ലാവർക്കും വിശ്വാസമായി. ആരായിരിക്കും അതെന്ന് അവർ പരസ്പരം ചർച്ച ചെയ്യുന്ന സമയം വിക്കി ആണെങ്കിലോ ആരോ ഒരാളെ കാണുകയാണ്. അയാളെ ഫോളോ ചെയ്ത് വിക്കി പോകും. എന്നാൽ അയാൾ വന്നെത്തുന്നത് പഴയ സ്ത്രീ എന്ന് പറയുന്ന ആത്മാവിന്റെ കോട്ടയിലേക്കായിരുന്നു. കോട്ടയുടെ മുന്നിലെത്തിയ വിക്കിയാണെങ്കിലും ഇതിനെല്ലാം പിന്നിൽ സ്ത്രീയായിരിക്കുമെന്ന് കരുതി പേടിച്ചു നിൽക്കുന്ന സമയം അവന് മുന്നിലേക്ക് നമ്മുടെ നായിക തന്നെ കടന്നു വരികയാണ്. നായികയെ കണ്ടതും വിക്കിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഈ നാട്ടിലേക്ക് ഒരു രാക്ഷസൻ വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് സർക്കട്ട. എന്നിട്ട് അവൾ ഒരു കഥ പറയും. ഈ രാക്ഷസനായിരുന്നു വേശ്യയായിരുന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയതും ആത്മാവായി വന്ന സ്ത്രീയാണ് ഈ രാക്ഷസന്റെ കഴുത്തറുത്തതും. സ്ത്രീ പോയ ശേഷം അതിവിടേക്ക് വന്നിട്ടുണ്ടെന്നും നായിക പറയുന്നു. അതെല്ലാം മറഞ്ഞ വിക്കി നേരെ രുദ്രനടുത്തേക്ക് ചെല്ലും. അവിടെ ബിട്ടുവും ഉണ്ടായിരുന്നു. നായിക പറഞ്ഞ കാര്യമെല്ലാം വിക്കി ബിട്ടുവിനോടും രുദ്രനോടും പറയും. അതെല്ലാം കേട്ടുകഴിഞ്ഞ രുദ്രനാണെങ്കിലോ കീറിപ്പോയ പേപ്പറുകൾ എടുത്ത് വായിക്കുവാനായും തുടങ്ങി.
സ്ത്രീ ആ നാട്ടിൽ ജീവിച്ചിരുന്ന സമയം അവൾ വേശ്യയായിട്ടാണ് ജീവിക്കുന്നത്. അവിടെ ചന്ദ്രബാൻ എന്നൊരാളുണ്ടായിരുന്നു. അയാൾക്ക് നല്ല ഉയരമുണ്ട്. മാത്രവുമല്ല അയാൾ ഒരു നല്ല മദ്യപാനി കൂടിയായിരുന്നു. അങ്ങനെ ഇരിക്കെ സ്ത്രീയാണെങ്കിലോ തന്റെ കാമുകനെ വിവാഹം കഴിക്കുവാനായി തീരുമാനിച്ചു. ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ചന്ദ്രബാനാണെങ്കിലോ സ്ത്രീയുടെ കാമുകനെ കൊന്നുകളഞ്ഞു. അതും അവന്റെ കഴുത്തറുത്ത്. എന്നിട്ട് സ്ത്രീയെയും കൊന്നു. അതും അവളുടെ മകളുടെ മുമ്പിൽ വെച്ച്. അവരെ രണ്ടാളെയും കത്തിച്ചു കളയുകയും ചെയ്തു. അതിനുശേഷം ആത്മാവായി വന്ന സ്ത്രീയാണ് ചന്ദ്രബാന്റെ കഴുത്തറുത്തതും ഇന്നീ സർക്കട്ട എന്ന രാക്ഷസനായി നടക്കുന്നതെന്നുമായിരുന്നു ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം കേട്ട് അവർ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് നായികയല്ലേ? അതെല്ലാം കേട്ട് കഴിഞ്ഞ ബിട്ടു പറയും, നിന്റെ നായിക ഏതോ ആത്മാവങ്ങാണ്ടിയാണ്, അവൾ മനുഷ്യനൊന്നുമല്ല എന്നൊക്കെ പറയും. എന്നിട്ട് ബിട്ടു പറയുന്നുണ്ട്, ഉറപ്പായും അവന്റെ കാമുകിയെ ചിട്ടിയെ കൊണ്ടുപോയത് ഈ സർക്കട്ടയായിരിക്കുമെന്ന്. അപ്പോൾ വിക്കി പറയും, സർക്കട്ടയെ തോൽപ്പിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, സ്ത്രീയെ തിരികെ കൊണ്ടുവരണം. അതിനൊരാൾക്കേ കഴിയൂ, അവരുടെ കൂട്ടുകാരനായ ജനയ്ക്ക്. ജനയുടെ ദേഹത്തല്ലേ അന്ന് സ്ത്രീയുടെ ആത്മാവ് കയറിയത്. അതിനുശേഷം ജനയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അവൻ വഴി നമുക്ക് സ്ത്രീയുടെ ആത്മാവിനെ തിരികെ കൊണ്ടുവരാമെന്നും അവരെല്ലാം പ്ലാൻ ചെയ്യും. എന്നാൽ അന്നത്തെ സംഭവത്തിന് ശേഷം ജനയെ അമ്മ ഡൽഹിയിലേക്ക് മാറ്റിയിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് ജനയെ കാണാനായി പോയി. ഒരു നാടകത്തിൽ അഭിനയിക്കണം എന്ന് കള്ളം പറഞ്ഞ് ജനയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നാട്ടിലെത്തിയ സമയത്താണ് യഥാർത്ഥ കാര്യം അവർ തുറന്നു പറഞ്ഞതും. അത് കേട്ട് ജന തന്നെ പേടിക്കും. സ്ത്രീയെ തിരികെ കൊണ്ടുവരാൻ അവന് വലിയ പേടിയായിരുന്നു. അവൻ അതിന് സമ്മതിക്കാതിരുന്നപ്പോൾ കൂട്ടുകാരുടെ നിർബന്ധത്താൽ അവൻ എല്ലാത്തിനും സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ ജനയും കൂട്ടി സ്ത്രീയുള്ള ആ ഒരു കോട്ടയിലേക്ക് പോകും. എന്നിട്ട് ജനയെ കൊണ്ട് തന്നെ സ്ത്രീയെ വിളിക്കുകയാണ്. പക്ഷെ വന്നതാണെങ്കിലോ സർക്കട്ടയായിരുന്നു. സർക്കട്ട വന്ന ഉടനെ തന്നെ ജനയെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുവാനൊക്കെ തുടങ്ങി. എന്നിട്ട് അവനെ മുകളിലേക്ക് ഉയർത്തി താഴേക്ക് എറിഞ്ഞു. തറയിൽ വീണ ജനയുടെ ബോധം പോയി. അവന് ശ്വാസം പോലും ഇല്ലായിരുന്നു. മരിച്ചെന്നെല്ലാവരും കരുതി. ഉടനെ തന്നെ ജന ചാടി എഴുന്നേറ്റു. എന്നിട്ട് അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുതെന്ന്. അവരെല്ലാവരും ജീവനും കൊണ്ട് ഓടുകയാണ്. എന്നാൽ സർക്കട്ടയുടെ തലയാണെങ്കിലോ അവരെ ആക്രമിക്കും. ഒടുവിൽ അവർ ഒരു ബൈക്കിന് തീ കൊളുത്തി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്നിട്ടവർ നേരെ എത്തിയത് സ്ത്രീയുടെ വലിയ പ്രതിമയുള്ള സ്ഥലത്തേക്കായിരുന്നു. അവിടെ വന്ന് ഒളിച്ചിരിക്കും. എന്നാൽ സർക്കട്ടയാണെങ്കിലോ അവിടെ എത്തുകയാണ്. അവിടെ എത്തിയ സർക്കട്ടയാണെങ്കിൽ വിക്കിയെ കൊണ്ടുപോകുവാനായി ശ്രമിക്കും. കൂട്ടുകാരെല്ലാം ചേർന്ന് വിക്കിയുടെ കാലിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ അവരെ രക്ഷിക്കുവാനായി നമ്മുടെ നായിക അവിടെ എത്തും. നായികയാണെങ്കിലോ തന്റെ നീളൻ മുടിയുമായാണ് വരുന്നത്. ഈ മുടി എങ്ങനെ കിട്ടിയെന്നാൽ ആദ്യ പാർട്ടിൽ നായികയാണെങ്കിലോ സ്ത്രീയുടെ മുടി മുറിച്ച് തന്റെ മുടിയോടൊപ്പം ചേർത്തിരുന്നു. അതുകൊണ്ട് സ്ത്രീയുടെ പല ശക്തികളും നായികയ്ക്കുമുണ്ട്. നായിക ആ മുടി കൊണ്ട് സർക്കട്ടയെ നേരിടുവാനായി ശ്രമിച്ചു. എന്നാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ സർക്കട്ടയാണെങ്കിൽ നായികയെയും ആക്രമിച്ചു. അവൾക്കതിൽ പിടിച്ചു നിൽക്കാനായി പറ്റിയില്ല. എന്നിട്ട് സർക്കട്ടയാണെങ്കിലോ സ്ത്രീയുടെ ആ വലിയ പ്രതിമ സർക്കട്ട നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ആ സ്ഥാനത്ത് സർക്കട്ട തന്റെ തലയും പിടിച്ചു നിൽക്കുകയാണ്. ആ രൂപം കണ്ട് എല്ലാവരും പേടിച്ചു പോയി. അവിടെ നിന്നും രക്ഷപ്പെട്ടവർ പോവുകയാണ്. എന്നിട്ട് നായികയാണെങ്കിലോ അവരോടെല്ലാവരോടും സ്ത്രീയുടെ തലമുടി തന്റെ തലമുടിയോട് ചേർത്ത് വെച്ചപ്പോൾ അവരുടെ ശക്തി തനിക്ക് കിട്ടിയെന്നും പറയും. എന്നിട്ട് ഇത്രയും നാൾ നീ എവിടെയായിരുന്നു എന്ന് നായകൻ ചോദിച്ചപ്പോൾ താൻ മന്ത്രവാദം പഠിക്കാൻ പോയിരുന്നുവെന്ന് അവൾ പറയുകയാണ്. മറ്റൊരു വശത്ത് ജനയ്ക്കാണെങ്കിലോ കണ്ണടച്ച് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഉറങ്ങിയാലെല്ലാം അവനാണെങ്കിലോ സർക്കട്ടയുടെ ലോകമാണ് കാണുന്നതും. എന്തെന്നാൽ സർക്കട്ട അവനെ ആക്രമിച്ച സമയത്ത് കുറച്ചു നേരം ശ്വാസം പോലും ഇല്ലാതെ മരിച്ചതുപോലെ അവൻ കിടന്നിരുന്നല്ലോ. ആ സമയത്ത് അവൻ സർക്കട്ടയുടെ ലോകത്തേക്ക് പോയിരുന്നു. അവിടെ അവൻ കണ്ട കാഴ്ച അവനെ ഞെട്ടിക്കുന്നതായിരുന്നു. അവിടെ മുഴുവൻ ലാവയായിരുന്നു. മാത്രമല്ല ആ നാട്ടിൽ നിന്നും കാണാതെ പോയ പെൺകുട്ടികളെല്ലാം അവിടെയുണ്ടായിരുന്നു. തല മുണ്ടനം ചെയ്ത് വെള്ള വേഷമൊക്കെ ധരിച്ചിരുന്നവരായിരുന്നു അവർ. അതിൽ നിന്നും എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. പെൺകുട്ടികളെല്ലാം ഗ്രാമം വിട്ട് നഗരങ്ങളിലേക്ക് പോയതല്ല, മോഡേൺ വേഷം ധരിക്കുന്ന പെൺകുട്ടികളെല്ലാം സർക്കട്ട കൊണ്ടുപോയതാണെന്ന് മനസ്സിലായി. അന്നു മുതൽ ആ ഗ്രാമത്തിലുള്ള സ്ത്രീകളെല്ലാം വേഷത്തിൽ മാറ്റം വരുത്തുവാനായി ശ്രമിച്ചു. ആരും മോഡേൺ വേഷം ധരിക്കാതെയായി. അതിന്റെ എല്ലാം ചുമതല കിട്ടിയതെല്ലാം വിക്കിക്കായിരുന്നു. വിക്കിയാണല്ലോ തയ്യൽക്കാരൻ. അങ്ങനെ വിക്കിയും കൂട്ടരും എങ്ങനെ ഈ സർക്കട്ടയെ പിടികൂടും എന്നൊക്കെ ചിന്തിക്കുകയാണ്. സ്ത്രീയുടെ പിടിയിൽ നിന്നും ഗ്രാമത്തെ മോചിപ്പിച്ചത് വിക്കിയും ഗ്യാങ്ങും ആയതിനാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും അവരെ ഇനി രക്ഷിക്കാൻ പോകുന്നത് വിക്കിയും കൂട്ടരുമാണെന്ന ധൈര്യമൊക്കെ വന്നു. അപ്പോൾ നായികയാണെങ്കിൽ അവനൊരു കത്തി എടുത്തു കൊടുത്തിട്ട് പറയും, സർക്കട്ടയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, സർക്കട്ടയുടെ തല രണ്ടായി മുറിക്കണം. അതിനാ കത്തി ഉപയോഗിക്കുവാനായും പറയും. എന്നാൽ വിക്കിക്കാണെങ്കിലോ ആകെ പേടി. സർക്കട്ടയെ വരുത്തണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതിനൊരു പെൺകുട്ടി വേണം, അത് മോഡേൺ വേഷം ധരിച്ചത്. മോഡേൺ വേഷം ധരിക്കുന്ന പെൺകുട്ടികളെയാണല്ലോ സർക്കട്ട കൊണ്ടുപോകുന്നതും. അങ്ങനെ അവർ ഒരു പെണ്ണിനെ കണ്ടെത്തുകയാണ്. അവളുടെ പേരാണ് ക്ഷമ.
രുദ്രയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു ക്ഷമ. രുദ്ര പറഞ്ഞാൽ എന്തും ക്ഷമ അനുസരിക്കുകയും ചെയ്യും. അങ്ങനെ ക്ഷമയുടെ ഒരു ഡാൻസ് തന്നെ അവർ സംഘടിപ്പിക്കുകയാണ്. ആ നാട്ടിലുള്ള എല്ലാ പുരുഷന്മാരും ഡാൻസ് കാണുവാനായി എത്തിയിരുന്നു. അതേസമയം തന്നെ ഡാൻസ് നടക്കുമ്പോൾ സർക്കട്ടയും അവിടേക്ക് വരികയാണ്. അപ്പോൾ വിക്കി പറയുന്നുണ്ട്, എന്ത് ചെയ്തിട്ടാണെങ്കിലും ക്ഷമയെ അവൻ തൊടാൻ പാടില്ല, സർക്കട്ട കൊണ്ടുപോകരുത് എന്നൊരു വാശി അവർക്കുണ്ടായിരുന്നു. എന്നാൽ സർക്കട്ടയാണെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെയെല്ലാം തന്റെ വരുതിയിലാക്കി. പുരുഷന്മാരുടെ എല്ലാം കണ്ണുകളൊക്കെ മാറുവാനായും തുടങ്ങി. എന്നിട്ട് ക്ഷമയെ അവിടെ നിന്ന് കൊണ്ടുപോയി. അതാണെങ്കിലോ രുദ്രന് സഹിക്കാനായും പറ്റിയില്ല. പക്ഷേ അതേ സമയമൊന്നും നായിക അവിടെ ഇല്ലായിരുന്നു. അത് കാരണം വിക്കിക്ക് വല്ലാതെ ദേഷ്യം വരും. അടുത്ത ദിവസം വിക്കിയെ കാണാനായി എത്തിയ നായികയോട്, നീ ഇന്നലെ എവിടെയായിരുന്നു എന്നൊക്കെ തിരക്കുമ്പോൾ, ഞാൻ സർക്കട്ടയുടെ ലോകത്തിലേക്ക് പ്രവേശിക്കുവാനായി ശ്രമിച്ചു, പക്ഷെ നടക്കുന്നില്ല, അവിടുത്തെ കവാടം എനിക്ക് മുന്നിൽ തുറക്കുന്നില്ല എന്നായിരുന്നു നായിക പറഞ്ഞതും സർക്കട്ടയെ പിടികൂടുവാനായോ തളയ്ക്കുവാനായോ നായികയ്ക്കും പറ്റില്ല എന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി ഒരേ ഒരു വഴി, അന്നാ ലെറ്റർ അയച്ചത് എവിടെ നിന്നാണെന്ന് കണ്ടെത്തണം. അങ്ങനെ ആ ലെറ്ററിലെ അഡ്രസ്സ് നോക്കിയപ്പോൾ ഭോപ്പാലിലെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നായിരുന്നു. ഉടനെ തന്നെ അവരെല്ലാവരും ഭോപ്പാലിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ചെന്നപ്പോൾ പുതിയൊരാളെയാണ് അവർ പരിചയപ്പെടുന്നത്. അത് മറ്റാരുമല്ല, സർക്കട്ടയുടെ അടുത്ത തലമുറയിലെ ആളാണ്. സർക്കട്ടയെ പറ്റിയുള്ള എല്ലാ കാര്യവും അയാൾക്ക് അറിയാമായിരുന്നു. സർക്കട്ടയെ പിടികൂടണമെങ്കിൽ സർക്കട്ടയുടെ ലോകത്തേക്ക് തന്നെ പോകണം. എന്നാൽ അതിന് ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു മനുഷ്യന് പോലും പറ്റത്തില്ല എന്ന് പറയുകയാണ്. അതിന് കഴിയുന്നത് രണ്ട് പേർക്കേ പറ്റൂ. ഒന്നുകിൽ സ്ത്രീയും പുരുഷനും ചേർന്നാൾ, അല്ലെങ്കിൽ മനുഷ്യനും മൃഗവും ചേർന്നാൾ. അത് കേട്ടതും വിക്കിക്കും കൂട്ടർക്കും ആകെ ടെൻഷനായി. അങ്ങനെ ഒരാളെ എവിടെ നിന്ന് കൊണ്ടുവരും എന്ന് ടെൻഷൻ അടിച്ച് അവർ നടക്കുകയാണ്. അപ്പോഴാണെങ്കിലോ ജനയുടെ മനസ്സിൽ ഒരു ഐഡിയ വരും, ബേഡിയെ കൊണ്ടുവരാമെന്ന്. ഈ ബേഡിയാണെങ്കിലോ മനുഷ്യനും മൃഗവും ചേർന്ന ആളാണ്. അവന് കൂട്ടായിട്ട് ഒരു മൃഗം അവനോടൊപ്പമുണ്ട്, അത് ബേഡിയായിരുന്നു. എന്നാൽ അവൻ അത് പറയുവാനായി മടിക്കും. അപ്പോഴേക്കും നായിക ഒരു കാര്യം പറയും, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, അതനുസരിച്ച് നമുക്ക് നീങ്ങാമെന്ന് പറയുന്നതനുസരിച്ച് വിക്കി ആണെങ്കിലോ എങ്ങനെയും സർക്കട്ടയുടെ തല രണ്ടായി മുറിക്കുന്നത് പ്രാക്ടീസും ചെയ്യുന്നു. പറഞ്ഞതുപോലെ ആ ദിവസം എത്തി. അവരെല്ലാവരും സർക്കട്ടയുടെ താവളത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നായികയാണെങ്കിലും വിക്കിയോട് പറയുന്നുണ്ട്, നീ എന്റെ അടുത്തേക്ക് വരാൻ. അങ്ങനെ വിക്കി നായികയുടെ അടുത്ത് ചെന്നതും നായികയാണെങ്കിലും അവന്റെ ശരീരത്തിലേക്ക് തന്റെ മന്ത്രം ഉപയോഗിച്ച് പ്രവേശിക്കുകയാണ്. അത് കാണുകയാണ് ബാക്കിയുള്ള കൂട്ടുകാർ. അവരാണെങ്കിൽ ഞെട്ടിപ്പോകും. ഇവൾക്ക് എവിടെന്നാ ഇത്രയും ശക്തി എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. വിക്കിയുടെ ദേഹത്ത് നായിക കയറിയതോടുകൂടി വിക്കിയാണെങ്കിലോ പകുതി പുരുഷനും പകുതി സ്ത്രീയുമുള്ള രൂപമായി മാറിയല്ലോ. അങ്ങനെ താവളത്തിന്റെ കവാടം കടന്ന് അവർ അകത്തേക്ക് കടന്നു. അകത്ത് കടന്നപ്പോൾ അവൾ പറയുന്നുണ്ട്, ഈ സർക്കട്ടയ്ക്ക് ആവശ്യം എന്നെയാണ്. കാരണം അന്ന് സ്ത്രീയുടെ മുടി മുറിച്ച് ഞാൻ എന്റെ മുടിയോടൊപ്പം ചേർത്തു. അപ്പോൾ സ്ത്രീയുടെ ശക്തിയെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനാണ് സ്ത്രീ എന്നാണ് അയാൾ കരുതിയിരിക്കുന്നത്. ഉറപ്പായും എന്നെ കൊല്ലാൻ വരും. അതിനു മുമ്പായിട്ട് നീ ആ പെൺകുട്ടികളെ എല്ലാം മോചിപ്പിക്കണമെന്നും വിക്കിയോട് നായിക പറയും. വിക്കിയാണെങ്കിലോ, നിനക്കൊന്നും വരാതെ ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ രക്ഷിക്കുവാനായി പോയി. ഒരുവിധം അവിടെയുള്ള കടമ്പകളെല്ലാം ചാടിക്കടന്ന് പെൺകുട്ടികൾക്ക് അടുത്തെത്തി. എന്നാൽ അവരാണെങ്കിലോ ഒരു മയക്കം പോലത്തെ അവസ്ഥയിലായിരുന്നു. വിക്കി അവരെ വിളിക്കുവാനായി ശ്രമിക്കുന്നതെന്നും അവർ കേൾക്കുന്നതേയില്ല. അതേസമയം അവിടേക്ക് സർക്കട്ട വരും. സർക്കട്ടയാണെങ്കിലോ നായികയെ ആക്രമിക്കും. എന്നിട്ട് അവളുടെ ആത്മാവിനെ വലിച്ചെടുക്കുവാനായി ശ്രമിക്കുകയാണ്. അവളുടെ ആത്മാവിനെ സർക്കട്ട വലിച്ചെടുക്കുന്നതിനനുസരിച്ച് മറ്റുള്ള പെൺകുട്ടികളുടെ ആത്മാവിനെ എല്ലാം സർക്കട്ട വലിച്ചെടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ വിക്കിക്ക് ഒരു കാര്യം മനസ്സിലായി, നായിക മരിച്ചാൽ ഉറപ്പായും ഈ പെൺകുട്ടികളും മരിക്കുമെന്ന്. ഉടനെ തന്നെ വിക്കി അവിടേക്ക് വന്നിട്ട് സർക്കട്ടയുടെ തല രണ്ടായിട്ട് മുറിക്കും. എന്നാൽ പുറത്തിരുന്ന് ജനവഴി അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂട്ടുകാരും അറിയുന്നുണ്ടായിരുന്നു. സർക്കട്ടയുടെ തല രണ്ടായി മുറിച്ച് നായികയെ വിക്കി രക്ഷിച്ചു. എന്നാൽ സർക്കട്ടയുടെ തലയാണെങ്കിലോ ആ രണ്ടായി മുറിച്ചതും വീണ്ടും രണ്ട് തലയായി മാറിയിരുന്നു. എത്ര തവണ മുറിക്കുന്നോ അത്രയും തവണ തലകളായി മാറിക്കൊണ്ടേയിരുന്നു. അത് കാണുന്ന നായികയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ആ കത്തി കൊണ്ട് സർക്കട്ടയെ കൊല്ലാനാകില്ല. അന്ന് സ്ത്രീ ഏത് കത്തി ഉപയോഗിച്ചാണോ സർക്കട്ടയെ കൊന്നത് ആ കത്തി തന്നെ വേണമെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ അതേസമയം അതേ സ്ഥലത്ത് തന്നെ സ്ത്രീ അവനെ കൊന്ന കത്തിയിരിക്കുന്നത് കാണും. ഉടനെ തന്നെ നായികയാണെങ്കിലോ വിക്കിയോട് പറയും, ആ കത്തി വലിച്ചൂരിയെടുക്കാൻ. വിക്കി ചെന്ന് കത്തി ഊരുവാനായി ശ്രമിക്കുമ്പോൾ നടക്കുന്നില്ല. നിന്റെ മനസ്സുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കത്തി വലിച്ചൂരിയെടുക്കുവാനായും പറയും. അവനാണെങ്കിലോ അതിന് ശ്രമിക്കും, പക്ഷേ നടക്കുന്നതേയില്ല. അതേസമയം തന്നെ സർക്കട്ട നായികയുടെ ആത്മാവിനെ വലിച്ചെടുത്തുകൊണ്ടേയിരുന്നു. വിക്കിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടേക്ക് ബേഡിയ വരികയാണ്. ബേഡിയയും സർക്കട്ടയും തമ്മിൽ ഫൈറ്റ് നടക്കും. എന്നാൽ സർക്കട്ടയുടെ ശക്തിക്ക് മുന്നിൽ ബേഡിയയ്ക്ക് പിടിച്ചു നിൽക്കാനായി പറ്റിയില്ല. സർക്കട്ട ബേഡിയയെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് നേരെ ചെന്നത് നായികയുടെ അടുത്തേക്കായിരുന്നു. നായികയെ കൊല്ലുവാനായി ശ്രമിക്കും.
എന്നിട്ട് അവളുടെ മുടിയാണെങ്കിലോ വലിച്ചു പിഴുതെടുക്കുന്നതോടുകൂടി നായികയുടെ ശക്തിയെല്ലാം നഷ്ടമാകുന്നു. എന്നിട്ട് അവളെ കഴുത്തിൽ തൂക്കി നിർത്തിയിരിക്കുകയാണ്. അതേസമയം തന്നെ വിക്കിയാണെങ്കിലോ തന്റെ മനസ്സുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കത്തിയാണെങ്കിൽ വലിച്ചൂരിയെടുക്കും. നായികയാണെങ്കിലോ മരണവെപ്രാളത്തിൽ നിന്നുകൊണ്ട് അമ്മേ എന്ന് വിളിക്കും. അതേ സമയം തന്നെ സ്ത്രീയുടെ ആത്മാവ് അവിടേക്ക് വരികയാണ്. സ്ത്രീയുടെ ആത്മാവ് അവിടെ എത്തിയ സമയം തന്നെ വിക്കിയാണെങ്കിലോ ആ കത്തി സ്ത്രീക്ക് നേരെ എറിഞ്ഞു കൊടുക്കും. സ്ത്രീ ആണെങ്കിലോ സർക്കട്ടയുടെ തല രണ്ടായിട്ട് കത്തിക്കൊണ്ട് വെട്ടിമുറിച്ച് ആ ലാവയിലേക്ക് എറിഞ്ഞു. അതോടുകൂടി സർക്കട്ടയും വെന്ത് മരിച്ചു. സർക്കട്ട പിടിച്ചു വെച്ചിരുന്ന പെൺകുട്ടികളെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവർക്കാണെങ്കിലോ ബോധം വന്നു. അവിടെ നിന്നും അവരെല്ലാവരും പെൺകുട്ടികളെയും കൂട്ടി ഗ്രാമത്തിലേക്ക് എത്തി. ഗ്രാമത്തിലുള്ള പുരുഷന്മാരും സർക്കട്ടയുടെ പിടിയിൽ നിന്നും മോചിതരായിരുന്നു. മോചിതരായതിനു ശേഷം എല്ലാ നാട്ടുകാരും ചേർന്ന് വിക്കിക്കും കൂട്ടർക്കും നന്ദി പറഞ്ഞു. എന്നിട്ടവർ അമ്പലത്തിൽ പൂജ നടത്തുകയും ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നായിക പോകുവാനായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് വിക്കി എത്തുകയാണ്. എന്നിട്ട് വിക്കി നായികയോട് ചോദിക്കുന്നുണ്ട്, നീ യഥാർത്ഥത്തിൽ ആരാണ്? നിനക്കും സ്ത്രീക്കും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. അത് കേട്ട നായിക ചിരിച്ചുകൊണ്ട് പറയും, ഞാൻ സത്യം തുറന്നു പറഞ്ഞ് നീ ഉറപ്പായും എന്നെ വെറുക്കും. അത് കേട്ട വിക്കിയാണെങ്കിലോ നീ കാര്യം തുറന്നു പറയുവാനായും പറയും. അങ്ങനെ നായിക പറയും, ഞാൻ യഥാർത്ഥത്തിൽ സ്ത്രീയുടെ മകളാണ്. നായിക പറഞ്ഞ കാര്യമെല്ലാം കേട്ട് വിക്കി ഞെട്ടിപ്പോകും. എന്നിട്ട് വിക്കി ചോദിക്കും, നീ സ്ത്രീയുടെ മകളാണെങ്കിൽ നീ എന്താ ഈ പ്രായത്തിൽ? സ്ത്രീ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ജീവിച്ച ആളല്ലേ എന്ന് പറഞ്ഞിട്ട് അന്ന് എന്റെ കൂട്ടുകാർ പറഞ്ഞിരുന്നു നീ ഏതോ പിശാചായിരിക്കുമെന്ന് എന്നൊക്കെ വിക്കി പറയുമ്പോൾ അവൾ ചിരിക്കുകയാണ് ചെയ്തത്. താൻ ഒരു പിശാചാണെന്ന് നായിക സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ വിക്കി പറയും, നീ പ്രേതമായാലും പിശാചായാലും എനിക്കൊരു കുഴപ്പവുമില്ല, എന്നോടൊപ്പം ജീവിക്കണമെന്നും അവൻ പറയും. എന്നാൽ അവളാണെങ്കിലോ അതിന് തയ്യാറായിരുന്നില്ല. പോകുവാനായി നിൽക്കുകയായിരുന്ന നായികയോട് വിക്കി ഒരു കാര്യം കൂടി ചോദിക്കും, എന്നാൽ നിന്റെ പേരെന്താണ്, അതെന്നോട് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ചെവിയിൽ ഒരു പേര് പറഞ്ഞു കൊടുക്കും. ആ പേര് എന്തോ വിചിത്രമായിരുന്നു. അവന്റെ മുഖം വല്ലാത്തൊരു ഷേപ്പിലാവുകയാണ്. എന്നിട്ട് പേര് പറഞ്ഞതിന് ശേഷം നായികയാണെങ്കിലോ അവിടെ നിന്നും അപ്രത്യക്ഷമായി. അപ്പോൾ കൂട്ടുകാരെല്ലാം അവനടുത്തേക്ക് വരും. അവൾ പേരെന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവൻ മിണ്ടാതെ നിൽക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ബേഡിയെ കാണുവാനായിട്ട് ജന എത്തുകയാണ്. അവനാണെങ്കിലോ വസ്ത്രങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണല്ലോ. ജന ബേഡിയയ്ക്ക് വസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. എന്നാൽ ബേഡിയയ്ക്കാണെങ്കിലോ നായികയോട് പ്രണയം തോന്നി തുടങ്ങിയിരുന്നു. ബേഡിയെ നായിക അന്വേഷിച്ചു പോവുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് മെന്റൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെ സർക്കട്ടയുടെ വംശജനുണ്ടല്ലോ, അയാളുടെ കയ്യിൽ ഒരു കുടമുണ്ടായിരുന്നു. ആ കുടത്തിനുള്ളിൽ സർക്കട്ടയെ എറിഞ്ഞു കൊന്ന ലാവയായിരുന്നു. ആ ലാവ നോക്കി നിൽക്കുന്ന അയാളുടെ ദേഹത്തേക്ക് ലാവ പ്രവേശിക്കും. അത് പ്രവേശിച്ച ഉടനെ തന്നെ അയാൾ ഒരു രാക്ഷസനായി മാറുകയാണ്. അതോടെ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയ്ക്ക് അടുത്ത ഭാഗങ്ങൾ ഉണ്ടെന്ന് സൂചന നൽകുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.